കഴിഞ്ഞ ഖുതുബയിലൂടെ സൂറത്തുൽ ബഖറയിലെ 250-ാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട റബ്ബന അഫ്രിഗ് അലൈന സ്വബ്റ എന്ന പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമായ വസബ്ബിത് അഖ്ദാമന എന്ന ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വൻസുർന അലൽ ഖൗമിൽ കാഫിരിൻ എന്ന ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാം. എന്താണ് വസബ്ബിത് അഖ്ദാമന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? റബ്ബേ, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തേണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വസബ്ബിത് അഖ്ദാമന ഐ ഫീ ലിഖാഇൽ അഅദാഇ വജന്നിബ്നൽ ഫിറാറ വൽ അജ്സ്, ശത്രുക്കളുമായി പോരടിക്കാൻ വേണ്ടി യുദ്ധഭൂമിയിൽ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശത്രുക്കളിൽ നിന്ന് വിരണ്ടോടാതെ, ദൗർബല്യമില്ലാതെ, പതറാതെ ഞങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സമാനമായ ആയത്ത് സൂറത്ത് ആൽ ഇമ്രാനിൻ്റെ 147-ാമത്തെ ആയത്തായി നമുക്ക് കാണാൻ കഴിയും. അവിടെയും വസബ്ബിത് അഖ്ദാമന, അല്ലാഹുവേ ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തേണമേ, വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായി കാണാൻ കഴിയും. ഏതൊരു സമയത്തും വിശ്വാസി പതറാത്ത കാൽപാദങ്ങളുമായി, ദീനിൽ നിന്ന് തീരെ വ്യതിചലിക്കാത്ത മനസ്സുമായി നിലകൊള്ളേണ്ടവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അവിടെ നിന്ന് പതറാതെ, ശത്രുവിന് മുമ്പിൽ ഭീരുക്കളായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാതെ ഉറച്ചു നിൽക്കണമെന്നുള്ള കാര്യം. നമുക്കിന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല. ഇനി അങ്ങനെ ഒരു സാഹചര്യം കടന്നു വരികയാണെങ്കിൽ വിശ്വാസികൾ പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജിത്തനിബു അസ്സബ് അൽ മൂബിക്കാത്ത്, 7 വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. ഖാലു യാ റസൂലല്ലാഹ് വമാഹുൻ, സ്വഹാബിമാർ ചോദിച്ചു, നബിയെ ഏതാണ് 7 വൻപാപങ്ങൾ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, വസ്സിഹർ, മാരണം, വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു തആല പവിത്രമാക്കിയ ജീവനെ അന്യായമായി ഹനിച്ചു കളയൽ, വഅക്ലുർ റിബ, പലിശ തിന്നൽ, വഅക്ലു മാലിൽ യതീം, യതീമിൻ്റെ സമ്പത്ത് പൂജിക്കൽ, വതവല്ലി യൗമസ് സഹഫ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ, വഖദ്ഫുൽ മുഹ്സനാതിൽ മുഅ്മിനാതിൽ ഗാഫിലാത്ത്, പതിവ്രതകളും സത്യവിശ്വാസിനികളും മ്ലേച്ഛതയെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്തവരുമായ വിശ്വാസിനികളെ സംബന്ധിച്ച് വ്യഭിചാരോപണം ഉന്നയിക്കൽ, ഇത് 7 വൻപാപങ്ങളാകുന്നു എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ 2766-ാമത്തെ ഹദീസാണ്. ഇവിടെ 6-ാമതായി എണ്ണിയത് വതവല്ലി യൗമസ് സഹഫ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നതാണ്. ആ ഒരു സന്ദർഭത്തിൽ പതറാതിരിക്കുവാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങൾ ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ,
ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചേക്കാം. സൂറത്തുൽ അൻഫാലിൻ്റെ 45-ാമത്തെ ആയത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഖന്തക് യുദ്ധത്തിൽ കിടങ്ങുകുഴിക്കുമ്പോൾ അവർ പാടിയ ബൈത്ത് നമുക്ക് സ്വഹീഹുൽ ബുഖാരിയിലെ 3034-ാമത്തെ ഹദീസായി കൊണ്ട് കാണാൻ കഴിയും. അവർ പാടി, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല. വലാ തസദ്ദഖ്ന വലാ സല്ലൈന, ഞങ്ങൾ സ്വതക്ക നിർവഹിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഫഅൻസിലൻ സകീനതൻ അലൈന, അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് മീതെ നീ നിന്നിൽ നിന്നുള്ള ശാന്തി ഇറക്കണമേ. വസബ്ബിതൽ അഖ്ദാമ ഇല്ലാ ഖൈന, ശത്രുക്കളെ കണ്ടുമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഇന്നൽ അഅദാഅ ഖദ് ബഅഉ അലൈന ഇദാ അറാദു ഫിത്നതൻ അബൈന, തീർച്ചയായും ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ അതിക്രമം പ്രവർത്തിക്കുന്നു, അവർ കുഴപ്പമുദ്ദേശിക്കുന്നു, ഞങ്ങളത് വിസമ്മതിക്കുകയും ചെയ്യുന്നു എന്ന ആ ഒരു പാട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊരു പ്രാർത്ഥന കൂടിയാണ്. വസബ്ബിതൽ അഖ്ദാമ ഇല്ലാ ഖൈന. പ്രിയമുള്ള സഹോദരങ്ങളെ, യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം നമുക്കില്ല. യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മാത്രമല്ല ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഏതൊരു സന്ദർഭത്തിലും പിശാചും അവൻ്റെ അനുയായികളും നമ്മെ ഈ ഒരു മാർഗത്തിൽ നിന്ന്, സത്യത്തിൻ്റെ സൽപന്താവിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ, സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് നരകത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ വിശ്രമമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മാർഗത്തിൽ സത്യദീനിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചല്ലോ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ എൻ ഹൃദയത്തെ നിൻ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. സുനൻ തിർമിദിയിലെ 2140-ാമത്തെ ഹദീസായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വലൗലാ അൻ സബ്ബത്നാക, നബിയെ താങ്കളെ നാം ഈ ദീനിൽ, ഈ സത്യത്തിൻ്റെ സൽപന്താവിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീലാ, താങ്കളെ ഈ ഒരു മാർഗത്തിൽ ഞാൻ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ താങ്കൾ അല്പമായി അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു എന്നാണ്. സൂറത്തുൽ ഇസ്രാഇൻ്റെ 74-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിൽ അടിയുറച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരിക്കലും വഴിപിഴക്കാൻ സാധ്യതയില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ ഒരു വഴിയിൽ ഇസ്തിഖാമത്തോടുകൂടി ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി, സബാത്ത് ലഭിക്കുവാൻ വേണ്ടിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളും തേടണം റബ്ബിനോട് ഈ ഒരു മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അല്ലാഹുവേ കാര്യങ്ങളിൽ സബാത്ത് നീ എനിക്ക് നൽകണമേ, അഥവാ ഒരു സ്ഥിരത, ദീനിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള ഒരു തൗഫീഖ്, വ്യതിചലിക്കാതെ വഴുതിപ്പോകാതെ ഈ ഒരു മാർഗത്തിൽ തന്നെ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി റബ്ബു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, അത് പ്രഖ്യാപിക്കുന്ന, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ആളുകൾക്കാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും സബാത്ത് നൽകുക, സ്ഥൈര്യം നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, വിശ്വാസികളായ ആളുകൾക്ക് ഉറച്ച വാചകം കൊണ്ട്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കൊണ്ട് അല്ലാഹു തആല ഈ ദുനിയാവിലും പരലോകത്തും സ്ഥൈര്യം നൽകും. അതിൻ്റെ വിശദീകരണത്തിൽ കാണാം, ദുനിയാവിൽ തിന്മകളിലേക്ക് പോവാതെ നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകും. അതുപോലെ തന്നെ ഖബറിലെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർക്ക് ഉറച്ച നിലപാടോടുകൂടി ഉത്തരം പറയുവാനും സാധിക്കും. മലക്കുകൾ ഖബറിൽ ചോദിക്കും, റബ്ബിനെ പറ്റി ചോദിക്കും, ദീനിനെ സംബന്ധിച്ച് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചോദിക്കും. ആ സമയത്ത് ധൈര്യം വളരെ അനിവാര്യമാണ്. ഈമാനുള്ള ആളുകൾക്കാണ്
അവിടെ സ്ഥിരത ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയെ മറമാടിയതിനു ശേഷം സ്വഹാബിമാരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക, പാപമോചനം തേടുക. വസലൂ ലഹു ബിത്തസ്ബീത്, അയാൾക്ക് തസ്ബീത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഫഇന്നഹുൽ ആന യുസ്അൽ, അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നാണ്. സുനൻ അബീ ദാവൂദിലെ 3221 ഹദീസാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നീ സ്ഥൈര്യം നൽകണമേ. മറ്റുള്ളവർ നമുക്ക് വേണ്ടി അങ്ങനെ തസ്ബീത്ത് തേടിയാൽ ഉപകരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവായിട്ട് മാറണം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് എന്നാണ്, മുഅ്മിനീങ്ങളായ ആളുകളെയാണ് അല്ലാഹു തആല ഈ ഒരു വാചകം കൊണ്ട് ഉറപ്പിച്ചു നിർത്തുക എന്നാണ് സൂറത്തു ഇബ്രാഹിമിൻ്റെ 27ാമത്തെ ആയത്തിൻ്റെ താല്പര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി നല്ല ഒരു ബന്ധം സ്ഥാപിക്കുന്നവർക്കാണ് അല്ലാഹു തആല ഇരു ലോകത്തും സ്ഥൈര്യം നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിഷേധികളായ ആളുകൾ ചോദിക്കുന്നു, വഖാലല്ലദീന കഫറൂ, നിഷേധികളായ ആളുകൾ ചോദിച്ചു, ലൗലാ നുസില അലൈഹിൽ ഖുർആൻ ജുംലതൻ വാഹിദ, എന്തുകൊണ്ട് ഖുർആൻ ഒരൊറ്റ ജുംലയായി ഇറങ്ങിയില്ല, ഒരൊറ്റ പതിപ്പായി ഒറ്റ പ്രതിയായി എന്തുകൊണ്ട് ഖുർആൻ ഇറങ്ങിയില്ല? വ്യത്യസ്ത ഘട്ടങ്ങളിൽ വിവിധ നാടുകളിൽ അല്പാൽപമായി വ്യത്യസ്ത സന്ദർഭങ്ങളിലാണല്ലോ അല്ലാഹു തആല ഈ ലോകത്തേക്ക് ഖുർആൻ ഇറക്കിയത്. അപ്പം നിഷേധികൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഖുർആൻ ഒരൊറ്റ പതിപ്പായിട്ട് ഇറക്കിയിട്ടില്ല? അല്ലാഹു തആല മറുപടി പറഞ്ഞു, കദാലിക്, അപ്രകാരം തന്നെയാണ്, ലിനുസബ്ബിത ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തെ അത് മുഖേന നാം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. വറത്തൽനാഹു തർത്തീല, താങ്കൾക്ക് നാം അത് സാവകാശം ഓതി കേൾപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് സൂറത്തുൽ ഫുർഖാനിൻ്റെ 32ാമത്തെ ആയത്ത്. ഈ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാം, ഒരു മനുഷ്യന് ഹൃദയത്തിന് സ്ഥൈര്യം ലഭിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും പാരായണം ചെയ്യാനും പഠിക്കാനും അതിൻ്റെ ആയത്തുകളെപ്പറ്റി ചിന്തിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതിൻ്റെ വാഹകരായി മാറുവാനും തയ്യാറായാൽ അള്ളാഹുവിൽ നിന്നുള്ള സ്ഥൈര്യം, ഉറപ്പ് നമുക്ക് അല്ലാഹു തആല നൽകുമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹ് നമ്മുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മതത്തെ നമ്മൾ സഹായിച്ചാൽ, യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. സൂറത്തു മുഹമ്മദിലെ 7ാമത്തെ ആയത്തായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കുമ്പോൾ അല്ലാഹു തആല നമുക്കൊരു ദൃഢതയും നമുക്കൊരു ഇസ്സത്തും ഇരു ലോകത്തും നൽകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. മുൻഗാമികളായ നബിമാരുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ, അത് പഠിക്കാൻ തയ്യാറായാൽ, അതും നമ്മുടെ മനസ്സിന് സ്ഥൈര്യം ലഭിക്കാനുള്ള മാർഗമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. സൂറത്ത് ഹൂദിൻ്റെ 120ാമത്തെ ആയത്തിൽ കാണാം, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, കഥകൾ നാം നിനക്ക് വിവരിച്ചു തരുന്നത് താങ്കളുടെ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, പ്രവാചകന്മാരുടെ ആ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വിശ്വാസികൾ അല്ലാഹു സഹായിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ശത്രുക്കളെ അല്ലാഹു തആല പരാജയപ്പെടുത്തിയ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കാനും മനസ്സിന് കൂടുതൽ സ്ഥൈര്യം ലഭിക്കാനും അത് കാരണമാവും. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ പതറുകയില്ല. കാരണം വലിയ പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിൽ ജീവിച്ചവരാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സ്ഥൈര്യം ലഭിക്കാൻ അത് കാരണമായി തീരും. മരണം വരെ ഉറച്ചു നിൽക്കുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം കടന്നു വരുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. സൂറത്തുൽ ഹിജ്റിലെ
99-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, തീർച്ചയായും ഞങ്ങൾ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് നേരെ ചൊവ്വ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കാൻ നേരത്ത് മലക്കുകൾ കടന്നു വരും. പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അഥവാ ഭാവിയെപ്പറ്റി ആലോചിച്ച് ഇനി വേണ്ടതില്ല. വലാ തഹ്സനു, ദുനിയാവ് വിട്ടുപോരുമ്പോൾ കുടുംബത്തെയും മറ്റും ആലോചിച്ച് കഴിഞ്ഞുപോയ കാലത്തെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കുന്നു. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങൾക്ക് അവിടെ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതുമെല്ലാം ഉണ്ട്. നുസിലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിൽ നിന്നുള്ള സൽക്കാരമായിക്കൊണ്ട് സൂറത്ത് ഫുസ്സിലത്തിലെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകളാണ്. അപ്പോൾ ഇസ്തിഖാമത്തോടുകൂടി നമ്മൾ നിലകൊണ്ടാൽ അള്ളാഹിൻ്റെ സഹായം നമുക്കുണ്ടാകും. മരണത്തോടുകൂടി പിന്നീട് നമുക്ക് സന്തോഷ വാർത്തകളായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ഈ ഒരു മാർഗത്തിൽ, ഇസ്ലാമിൻ്റെ പാതയിൽ ആരാണ് ഉറച്ചു നിൽക്കുന്നത് അവർക്ക് നല്ല ശുദ്ധമായ വെള്ളം നാം അവരെ കുടിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. നബിയെ, ഇസ്ലാമിൻ്റെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. താങ്കൾക്ക് ശേഷം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ താങ്കൾ എന്നെ അറിയിക്കണം. നബി പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ്, നീ പറയുക ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് സുമ്മസ്തഖിം, പിന്നീട് നീ നേരെ ചൊവ്വ നിലകൊള്ളുക. 2 വാചകമേ ഉള്ളൂ, പക്ഷേ ജീവിതം മുഴുവനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന് ഈമാൻ റെഡിയാക്കുക, വിശ്വാസം ക്ലിയറാക്കുക, പിന്നീട് മരണം വരെ ആ ഒരു ഈമാനിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുക, പതറാതെ ഉറച്ചു നിൽക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഈ സ്വഹാബി അടുത്ത് ചോദിക്കുക, നബിയെ ഞാൻ എന്തെയാണ് സൂക്ഷിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാ ഈ നാവിനെയാണ് നീ സൂക്ഷിക്കേണ്ടത്. ഫഅശാറ ബിയദിഹി ഇലാ ലിസാനിഹി, നബി തൻ്റെ കൈകൊണ്ട് നാവിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മുസ്നദ് അഹ്മദിലെ 15417 ഹദീസായിട്ട് കാണാം. അതുകൊണ്ട് സബാത്തോടുകൂടി ഉറച്ചു നിൽക്കുക, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് യഥാർത്ഥ മുവഹിദുകളായി മരണം വരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.